ഇതൊക്കെ കാണണോ? നമുക്ക് അവസാനം കാണാം, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് കാണാം. കണ്ണാപ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 50 തലയ്ക്ക് ഒരെണ്ണം കൊടുത്ത് ഇവിടെ വെച്ച് ഇപ്പൊ വേറെ വീടിന് തലയ്ക്ക് വീടിന് ഒരെണ്ണം കൊടുത്ത് വിഷയം അടിച്ചു കേട്ടോ, ഒന്നും പറയാനില്ല. എന്റെ തല കറങ്ങിപ്പോയി അടിച്ചിട്ടുണ്ട്. കണ്ടു വെച്ച ആവശ്യം വരും. അത് ആവശ്യം വരുമ്പോ കണ്ടപ്പോഴാണ് എപ്പോഴെന്തിനാണ് ട്രാൻസ്ഫർമേഷൻ ആണ്. അണ്ണാത്തി സാധനം ഫൈനലി കളക്ട് എ ഫ്യൂ പ്രൊഡക്റ്റ് ഓഫ് എന്തോ സംഭവം ലൈറ്റ് ആണ്. ടൈമാണോ ഡേറ്റ് ആണോ എന്തോ സംഭവം? ഡേറ്റിന്റെ ആണോ അതോ ടൈമിന്റെ ആണോ? ടൈമിന്റെ ആണോ അല്ലെ സെക്കൻഡ് ഇതുള്ള? അത് കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ. തക്കുട് വാവാ അതോ ലോകം. ഓ ഇത് നമ്മളെ ഇവൻ ഇതാരിത്? ഇത് ഞാനാണെന്ന് തോന്നുന്നു. ഇത് മിന്നിയാണ്. ഇത് ജോക്കി. ഇത് കണ്ണാപ്പി. ഇതാരി മുടിയുള്ളത്തിയവൻ. ഇത് ബോബോയ്യ. ചന്ദ്രനാണ് അത്. അതോ കീരിയ രായ. ഇത് അമ്പത്തൂര്. ഇത് ഈഗിളാണ് അത്. ഇത് കൺഫ്യൂഷനായി കണ്ടിട്ട്. അപ്പാപ്പൻ ചെന്നാല പാപ്പൻ ചാനൽ. ഓ ചാനൽ ഓക്കെ. ഗോസ്റ്റ് ടോപ്പി ഒഫീഷ്യൽ. ഓ ലോക്കൽ സ്ട്രീം ചെയ്തുണ്ട്. ഓക്കെ നമുക്ക് ഇന്ന് കുറച്ച് പേർക്കൊക്കെ നമുക്ക് ഈ സിയോണിന്റെ അകത്തുള്ള കുറച്ച് പേരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കിട്ടും കുറച്ച് അവസാനം ആകുമ്പോ. ഇപ്പോഴല്ല, നമ്മളൊന്ന് എല്ലാം ഒന്ന് ചാനലൊക്കെ ഇതായിട്ട് വരുമല്ലോ. ചാനലൊന്ന് ലൈവൊക്കെ നമ്മളൊന്ന് ഇതായി വരുമ്പോ സമയത്ത് നമുക്ക് ലോക്കോയിലൊക്കെ ആരൊക്കെ സ്ട്രീം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാൻ കേട്ടോ. എസ് കണ്ട് അസ് നോർമലി ശരി. എന്റെ കണ്ണിന് പ്രശ്നമുണ്ട്. ഹലോ ഇത്ര നാട് ഞാൻ ഫോൺ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു തന്തയില്ലാത്തവനെ ഫോണിൽ കൂടെ വെറുതെ വിളിച്ച് തെറി വായിച്ചിട്ട് പോയി. റീൽസ് ഇടല്ലേടാ അതിനകത്ത്. വൈകി ഇതൊക്കെ എടുത്ത് കളയുടെ ഒരു ഫോട്ടോ എടുത്തതിന് കൊന്ന് കത്തിച്ച് 25 വരെ ഗ്യാങ് റോള് വണ്ടി ഗ്യാങ് ഹൗസ് ഒന്നും എടുക്കാൻ പറ്റില്ല വിഷയമാണ് ഇവിടെ. എടാ ഇത് ഞാൻ കണ്ടു. ഇത് ഈ ലൈവ് ഇന്നലത്തെ നമ്മുടെ ബഗ്മാന്റെ ലൈവില്ലാത്ത ഉണ്ടായിരുന്നു നടന്നാണ്. ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നാളെ എന്തെങ്കിലും ഒരു സീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാശം വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിരുന്ന് ലൈവിലിരുന്ന് കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഇവര് ഹെഞ്ചിമാൻമാരെന്ന് പറയും. ഇവരാണ് ഹെഞ്ചിമാൻസ്. ഇവരാണ് ഈ ഗ്യാങ്ങുകൾ തമ്മിൽ സീനൊക്കെ ഉണ്ടായ ഇവര് വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കും. എന്നിട്ട് സീൻ ആരാണ് അല്ല റോങ് ആയത് ആരാണ് അവർക്ക് ഇവന്മാര് അന്നേരം തന്നെ ഇത് കൊടുക്കും. ഇത് ഒരുത്ത ഇവരെ ഫോട്ടോ എടുത്തതിൽ ഇവരുടെ ഹെഞ്ചിമാൻമാരുടെ ഫോട്ടോയും കൂടി വന്നതിനാണ് ഒരുതരെ കൊന്ന് കത്തിച്ച് അവന്റെ ഓർമ്മയും കളഞ്ഞ് 25-ാം തീയതി വരെ അവന്റെ റോൾ എടുത്ത് കളഞ്ഞു. അയ്യോ അണ്ണാ എന്നു FRP വന്നതാണ്. വന്നതാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ, ആരും പോണില്ല, അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഈ FRP ഒന്നും പോയി സംസാരിക്കാനും ഇതിനൊന്നും ആരും പോണില്ല. അവിടെ വേറെ ജോലിയുണ്ട് നമുക്ക്. ഇനി ഇതല്ലല്ലേ ജോലി. നമ്മളെ കൺവിൻസിനെ ഡിസ്റെസ്പെക്ട് ചെയ്തോണ്ട് പറയല്ല, അല്ലാതെ പറയാണ്. ഇവിടോട്ട് പോകാൻ ഇനി നമുക്ക് എന്തായാലും മൈൻഡ് ഇല്ല. നമ്മളെന്തായാലും TKRP-ലോട്ട് ഇനി കയറാൻ പോണില്ല. അതന്നെ നമ്മളെ ഡിസിഷൻ എടുത്തതാണ്. അപ്പൊ ഇനി പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പം FRP പോയി സംസാരിച്ചിട്ട് FRP ഉണ്ടെങ്കിൽ പോയി സംസാരിച്ചിട്ട് സോൾവാക്കേണ്ട ആവശ്യമില്ല, പോണില്ല. വിഷയം RP സത്യം. അണ്ണൻ ക്യൂവിലാണ്. സിയോൺ ഫുള്ളായി 312 ലോക്ക. അടെ പോടാ. അപ്പൊ എന്നെ ഇന്ന് വെട്ടിയെടുത്ത് ഇപ്പുറത്തിട്ട എവിടെയില്. അത് വൃത്തിയിട്ട പരിപാടി.
കണ്ടത് കണ്ടത് കണ്ടത്. अरुण तुझे वीडियो गेम खेलने के लिए रोका नहीं कभी, लेकिन हॉबी जैसा खेलना. करेक्ट माँ. और सुन, ये टूर्नामेंट का प्राइस ना शायद पॉकेट मनी के लिए अच्छा रहेगा, लेकिन इससे घर नहीं चल सकता. टूर्नामेंट के बाद क्या करेगा? सीडी की दुकान खुलेगा या वो हलकट सिद्धेश जैसे साइबर कैफे चलाएगा? Ever WhatsApp RP is pure RP. എന്താണ് ഓ വിൻഡോസിൽ വാട്സാപ്പ് അടങ്ങുന്ന ഈ സീനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണ് വാട്സാപ്പ് ഉദ്ദേശിച്ചതാണ്. ഓ ഈ സ്ക്രീനിൽ വാട്സാപ്പ് ആണോ ഈ ഇരിക്കുന്നത്? ഓ അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷെ അതൊക്കെ നമ്മള് ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിൽ റിയാക്ട് ചെയ്യാനും ഇതിനകത്തൊന്നുമില്ല. എനിക്ക് ഇതിനോട് റിയാക്ട് ചെയ്യാനും താല്പര്യമില്ല. ഞാൻ ഓൾറെഡി എനിക്ക് അല്ലെങ്കിലും ഈ റിയാക്ട് ചെയ്തിട്ട് ഇതിന്റെ പേരിൽ ഇരുന്ന് ചൊറി ഉണ്ടാക്കാനും കോൺട്രവേഴ്സി ഉണ്ടാക്കാനും ഒരു മൈൻഡും ഇല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, എനിക്ക് താല്പര്യമില്ല ഇതിൻ്റെ അകത്ത് ബ്രാവോ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയാൻ. എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഇഷ്യൂവിന്റെ കാര്യം അവർ പറഞ്ഞു കാണും. അതായിരിക്കും നടന്നത്. ഞാൻ ഇതിനെന്തിനാ റിയാക്ട് ചെയ്യാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമുവിന്റെ ഇന്നത്തെ കേസ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ദാമുവിന്റെ കേസ് ലൈവ് ഇട്ടത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ലൈവ് ഇട്ട അറിഞ്ഞില്ല. ഞാൻ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ പുഷ്പയെ മറ്റേ അവർ വന്നുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്താണ് അറിയുന്നത്. അന്നേരം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമുവിനെ വെച്ചിട്ട് മറ്റേ KVL മറ്റേ ഇവരില്ലേ സഗു എന്തോ റിയാക്ട് ചെയ്തെന്നെന്തോ പറഞ്ഞിട്ടാണ് ഈ ഷോ ഉണ്ടായത്. അപ്പം ഇതിൻ്റെ അകത്ത് എന്തായാലും TV ഒരാളും വേറെ ആരും ഇടപെട്ടില്ല. അവനെ പറഞ്ഞതിന് അവൻ തിരിച്ചെന്തോ ലൈവ് ഇട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവൻ പറഞ്ഞതാണ്. TV ഒന്നും ആരും ഇതിനെന്തോ റിയാക്ട് ചെയ്യാനും ഇതിൻ്റെ അകത്തും ഒന്നും പോടൊന്നുമില്ല. ഓക്കെ. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്തല്ലാതെ ഇതിനെ വെച്ചിട്ട് ഒരു ടോക്ക് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ വാട്സാപ്പ് ഇല്ലാത്തകൂടി RP കളിക്കുന്നു എന്നുള്ളതോ അതൊന്നും വെച്ച് പറയാനും ഇതിനൊന്നും ഞാനില്ല. അത് ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. എനിക്ക് താല്പര്യമില്ല. ഗൗതം ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 50 diamonds. 50 diamonds, താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പം അതാണ്, എനിക്ക് ഇതിനകത്ത് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. സോ വിട്ടേക്ക്. ഇത് ATX ഇതിനകത്ത് ഇരിക്കുന്നത് മുഴുവൻ VC ഇരിക്കുന്നത് മൊത്തം ATXന്റെ അകത്തുണ്ടായിരുന്ന പിള്ളേർ എന്തോ ആണ്. അപ്പം അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ എന്തോ നേരത്തെ ഉണ്ടായ KVLത്തുള്ളവരുമായിട്ടുണ്ടായ ഇഷ്യൂ എന്തോ അതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. എനിക്കല്ലാതെ ഇതിനകത്ത് റിയാക്ട് ചെയ്തിട്ട് കൂടുതൽ വഷളാക്കാനും ഇതിനും താല്പര്യമില്ല. ഞാൻ റിയാക്ട് ചെയ്യുന്നുമില്ല. ഓക്കെ. എലിബേബി, എനിക്ക് എലിബേബിയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ അപ്പുറത്തെ പോലൊന്നും അല്ല, അറിയാല്ല. ഇവിടെ തെണ്ടി തിരിഞ്ഞ് മറ്റേ കുത്തുകളെ എടുത്ത് നടക്കണ ആൾക്കാരാണ്, മനസ്സിലായ? കാശ് പറഞ്ഞാൽ മതി കേട്ടോ. തരാം. എത്ര കോടി വേണം? 1 2 കാശ് നിന്റെ തന്തയ്ക്ക് കൊടുത്താൽ മതി, എനിക്ക് വേണ്ട നിന്റെ കാശൊന്നും, മനസ്സിലായ? ഷസാം ഒരു പാട്ട് എനിക്കിത് കിട്ടണമായിരുന്നു. എടാ ഒന്ന് പറഞ്ഞടാ പാട്ട് ഏതെന്ന്. അത് എങ്ങനെയാലും സെറ്റ് ചെയ്ത് പറഞ്ഞാൽ എടാ ശസത്തി പാടിയാ മതി. ശസം ഇന്ന് നിന്റെ ഒന്നും ആവശ്യമില്ല. പോടെ ഉല്ലേ മക്കാരാമാര ഉല്ലേ. ഇതെന്തരാ വരാത്തത്? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് കോൾ മീ ഷസാം. ഇതാണ് തിമ്മണ്ണ് ഇറക്കിയ ആപ്പിളിന്റെ സിബുക്ക്. പക്ഷെ ഇത് ഓറഞ്ചിന്റെ ടേസ്റ്റ് ആണ്. ഇത് ഇതൊക്കെ എന്താ അതൊക്കെ ചുമ്മാ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കും. എന്തിനാണ് ഇതൊക്കെ?
ഇത് മിക്കവാറും മറ്റേ വണ്ടി നിങ്ങൾ വീണ് കഴിഞ്ഞാൽ മിക്കവാറും പേടിച്ച് തലർച്ച് പോവല്ലേ പെട്ടെന്ന് മൈൻഡ് ഉണ്ടാ. ഭ്രാന്തായിട്ടാ അവരായിട്ട് കറക്കി വരച്ച്. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. Meanwhile, ഇതെന്തിനാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ലേ. ഓട്ട മത്സരം. meanwhile, കിടുക്ക്. പുതിയ വീഡിയോ ഇട്ടതാണ്. എന്നാ പിന്നെ കൊള്ളാം, നന്നായിട്ടുണ്ട്. അത്ര കൊള്ളാം, ആഗ്രഹം കൊള്ളാം, നല്ല ആഗ്രഹമുണ്ട്. എവിടെയോ കേട്ട് പറന്ന ബീജിയം. വക്കീലത് തമാശന്ന് വിചാരിച്ചു. നമ്മളെ അടിച്ചോടിച്ചെന്ന് അവര് പറയുന്നത്. ഓ സത്യം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്കിപ്പോ ഇപ്പം നമുക്ക് എന്തുവാ ഓഡിയൻസ് നമ്മളെ ലൈവ് കണ്ടവർക്ക് എന്തിനു തോന്നിയോ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. ഇപ്പൊ അവർക്ക് അവരെ ബോധിപ്പിച്ചാൽ മതി. അല്ലേ, മനസ്സിലായി. എനിക്ക് നമുക്ക് എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ലൈവ് കാണുന്നവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്കും എന്ത് തോന്നിയോ അത് ആ രീതിയിൽ അവരെടുത്തോട്ടെ. ഇഷ്ടപ്പെടാത്തവന്മാരുടെ കാര്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ. ഈകളിന് ചെസ്റ്റ് പെയിൻ അവൻ മെസ്സേജ് ഇട്ടായിരുന്നു. അവന് വയ്യാന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടായിരുന്നു. അവനൊക്കെ എല്ലാ അവന് ഇത് പറഞ്ഞ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പൊ അവനെന്തോ ഹോസ്പിറ്റലിൽ വരെ പോയണമെന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ പറയുന്നു നിങ്ങളത്തെ ആരാണ് പറഞ്ഞത്? ഈ എസ്ത്രീ മാജിക്കാ? നിങ്ങളെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറവുള്ളതുകൊണ്ടല്ല, അവർക്ക് വേറെ പണിയില്ലാത്തോണ്ടാണ്. അതും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എക്സാക്ട്ലി, മനസ്സിലായോ? ഇതാണ് സത്യം. ഇപ്പൊ പറഞ്ഞ സത്യമാണ്. കണ്ടതാണല്ലേ ഫുൾ നോക്ക്. ദേവ്ദത്ത് കുട്ടി ഹോസ്റ്റലിലാണോ? എങ്ങനെ കണ്ടുപിടിച്ചേ? അത് അല്ല, ബാക്കിൽ ഒരു കുട്ടി ഇരുന്ന് ചിരിക്കുന്ന കേക്കാം. ഓ ശരിക്കും മെന്റലിസ്റ്റ് ആണല്ലേ? ഞാൻ ആദ്യം പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. അത് ആരും വിശ്വസിക്കില്ല. അച്ഛടക്കിടക്ക് പറയാറുണ്ട് എന്റെ അത് ഞാൻ വിശ്വസിക്കില്ല. ആ തലയിൽ കൊമ്പുള്ള സാധനം എവിടെ കൊമ്പ്? അവിടെ റൈറ്റ് ലോക്കോ നീതിട്ട് 2 കൊമ്പ്. ഓ, അത് നമ്മള് സ്ട്രീം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ പേരാണ്. കുട്ടി ഇത് കഴിഞ്ഞിട്ട് ലോക്കോ ഒന്ന് അടിച്ചു നോക്കിയിട്ട് അതിൽ ട്രെൻഡിങ് ഞാൻ കാണും. ഇപ്പൊ ട്രെൻഡിങ് ഇല്ല, പണ്ടൊക്കെ ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ട്രെൻഡിങ്ങിൽ സൈഡിൽ എവിടെയെങ്കിലും കാണും. ജർമ്മൻ കണ്ണാപ്പി അടിച്ചാൽ മതി. ഗെയിം കളിക്കോ? ഓ പിന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് കളിക്കാൻ തോന്നില്ലേ? തോന്നു. ബാക്കിൽ എന്താ ഇരിക്കുന്നേ? ഇതാണ് അവന്റെ സെറ്റപ്പ് പോലും ചേട്ടന്റെ തലയൊക്കെ ഇങ്ങനെ ഇരിക്കണേ. പിന്നെ എങ്ങനെ ഇരിക്കണം? മനുഷ്യരൊക്കെ എങ്ങനല്ലേ ഇരിക്കുന്നേ? പിന്നെ എങ്ങനെ ഇരിക്കണം? ചേട്ടെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കണേ. കുറച്ചില്ല വരുത്തോലില്ല. ചേട്ടാ ഒന്നും അനങ്ങുന്നില്ല. ബാക്കിൽ എല്ലാം മറ്റേ സ്റ്റില്ലായിട്ട് നിക്കണ. അത് ഞാൻ എന്തേലും പിടിച്ച് ഞെക്കണ്ട അനങ്ങാനായിട്ട്. നോക്കട്ടെ അനങ്ങണേ. ഇതിപ്പോ AC ഓഫ് ചെയ്ത് കാണിക്കാൻ പറ്റിയ റിമോട്ട് വിടില്ല. ഹലോ
റിമോട്ട് താഴെ ഇരിക്കുക. ഞാൻ ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലാണ് വീട്ടിൽ. തേർഡ് ഫ്ലോറിലാണ് വീട്ടിൽ. എന്നാ ലോക്കോലൊന്ന് പോയി അവിടെ ഒന്ന് പോയി തൊട്ടെ നോക്കട്ടെ. തൊടാലോ, ഇവിടെ തൊടാൻ പറ്റും. സിമ്പിൾ. ഇത്ര അടുത്താണ്. എനിക്ക് ഇവിടെ തൊടാൻ പറ്റും. എല്ലാം ഫ്യൂച്ചറിലാണ്. ടി വി ഒക്കെ ഇവിടെ ഒന്ന് വേണേ ക്ലിക്ക് ചെയ്ത് നടക്കാം. അപ്പുറത്തല്ല, മാറിപ്പോയി. ആ അത് തന്നെ, ഇപ്പൊ കറക്റ്റ് ആയി. ഇത് തന്നെ ടി വി. എന്തോ ഒരു അപാകത. ചേട്ടാ ആ അയ്യോ ഓ പുണ്ടച്ചി അത് കൊള്ളാം. എന്താണ് ജാതി സാധനം അത് കൊള്ളാം. എന്താ നീ ഇവിടെ ആരെന്ന് വിചാരിച്ചു മുരളി? കാവടി അണ്ണാ, സിനിമയിലോട്ടോ ഇന്റർനാഷണൽ ഒരു പ്ലെയർ കിടക്കുന്നു കണ്ടോ? മൂന്നാമത്തെ അടിക്ക് ആളങ്ങ് വീണ്. അണ്ണാ പുള്ളി അമേരിക്കയാണാ? ചൈനക്കാരാണ്. ചൈന ജപ്പാൻ നിരത്തി വച്ചിരിക്കുന്നവൻ 10ന്റെ കുപ്പി 20ന്റെ കുപ്പി ടപ്പേന്ന് ഞാനങ്ങ് പൂക്കട്ട കാവടി കണ്ട എണ്ണിക്കളില്ല. നമ്മുടെ ജവാൻ അടിക്കുമ്പോ നമുക്കൊരു ഹരം ഉണ്ടല്ലോ. നമ്മുടെ സിറ്റിയില് നിന്നിട്ട് നമ്മുടെ ജവാൻ അടിക്കുമ്പോ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ. അത് വേറെ കിട്ടൂല അണ്ണാ. പൂക്കട്ടെ കാവടി കാവടി കിടക്കണ കിടപ്പ് ഉണ്ടാവാൻ ഒരു ദാക്ഷിണ്യം കൊടുത്തില്ല. കൊണ്ടുപോടാ സ്ട്രക്ചറിലാ കൊണ്ടുപോടാ. ഈ വഴിവാ ഞാനാ സനി ഒന്ന് വിളിച്ചിട്ട് വരാ. ഒരു മിനിറ്റ്. സനിയെ കാണിച്ചെടുക്കാൻ കൊണ്ടുപോവാ. എന്തരാണ് ഇതൊക്കെ പറയാൻ Focus on the strength in the legs. Keep the baton close. എന്തൊരു വീഡിയോ ആണ് ഇതൊക്കെ. എന്തൊരു വീഡിയോ ആണ് ഇതൊക്കെ. ഒരു മര്യാദയുള്ള വീഡിയോ ഇട്ടോട്. എന്തൊരു കിടമ്പ് വീഡിയോ ഇതൊക്കെ. കിടമ്പ് വീഡിയോ അല്ല ഒന്നും പറയുന്നത്. ഇത് കിടമ്പ് വീഡിയോ. ടി വി പോയുടെ VCD എല്ലാ രീതിയിൽ പോയിരിക്കുന്നു. രായരൊക്കെ അവരെയൊക്കെ ഉണ്ടല്ലേ. പറയുന്നില്ല ഞാനൊന്നും പറയുന്നില്ല അവരെയൊന്നും. ഇവരൊക്കെ എന്തൊരു പരിപാടി ഇവിടെ. VCD ഇല്ല ഒരുത്തരും. സിറ്റി കയറാൻ പറ്റൂല. എനിക്ക് സിറ്റി കയറാൻ പറ്റൂല. സിയോൺ സിറ്റിയിൽ ഫുള്ളായിരുന്നു സ്ഥലം. എനിക്കിനി കയറാൻ പറ്റൂല.